ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. ഹലോ, കണ്ടില്ലേ, നമ്മൾ കാപ്പാടാണ് ഇന്ന് സീ കേരളം സൂപ്പർ ബമ്പറും കൊണ്ട് വന്നിരിക്കുന്നത്. കാപ്പാട് നിൽക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, എൻ്റെ മനസ്സിലും ആദ്യം ഓടിയെത്തത് കോഴിക്കോട് കാപ്പാട് കടപ്പുറം പരിപാടിയാണ്. പക്ഷെ ഇത് ആ കാപ്പാടല്ല, ഇത് കണ്ണൂരുള്ള ഒരു കാപ്പാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. നിറയെ പാടം, വയലേലകൾ, പരിപാടികൾ, നിറയെ തെങ്ങ് നിൽക്കുന്ന സ്ഥലം. അതായത് കണ്ണൂർ കടൽ തീരമൊക്കെ ഒന്ന് മാറി വന്നിട്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ക്യാമറ കണ്ണുകൾ അധികം എത്തി നോക്കാത്ത അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഈ കാണുന്ന കാപ്പാട് എന്ന് പറയുന്നത്. ഈ കാപ്പാട് കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, കൃഷ്ണവിലാസം ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്കാണ് നമ്മളിത് പോകുന്നത്. നമ്മുടെ ഗെയിമും പരിപാടിയൊക്കെ ആയിട്ട് കാപ്പാടിൽ ഇന്ന് നമ്മൾ തകർക്കും. പോവാം. കണ്ണൂർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ കണ്ണൂർ കടപ്പുറം ഏരിയകൾ ഒരുപാടുണ്ട്. പിന്നെ അവിടുത്തെ ഫിഷ് മാർക്കറ്റ് പരിപാടിയൊക്കെ കൂടുതൽ കാണാറുണ്ട്. പക്ഷേ കണ്ണൂരിൽ രണ്ട് തരത്തിലുള്ള ഭൂപ്രകൃതി. ഇതുപോലെ പിന്നെ അങ്ങോട്ട് നമ്മൾ കൊടക് റൂട്ടൊക്കെ പോകുമ്പോഴേക്കും കുറച്ചുകൂടി മലയുള്ള ഏരിയകൾ വരുന്നുണ്ട്. ഇത് അതിൻ്റെയൊക്കെ തന്നെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കാപ്പാട് എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും കൃഷിയും പാടവും ഒക്കെയാണ് പ്രധാനപ്പെട്ട. കുറച്ചും കൂടി നടന്ന നമ്മുടെ കൃഷ്ണവിലാസം സ്കൂൾ എത്തുന്ന തോന്നുന്നത്. കൃഷ്ണവിലാസത്തേക്കുള്ള യാത്രയിലാണല്ലോ നമ്മൾ. എന്തായാലും ഇതൊരു നല്ല ഹബ്ബാട്ടോ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും വന്ന് കാണല്ല. ഇവിടെയുള്ള പിള്ളേർ സെറ്റിനൊക്കെ വൈകുന്നേരം വന്ന് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഏരിയ അത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കും പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ ഇനി സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ തുടങ്ങാനുള്ള സമയമാണ്. നമ്മൾ കാണും കൃഷ്ണവിലാസം സ്കൂള് കാപ്പാട്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സീ കേരളം സൂപ്പർ ബമ്പർ രണ്ടാം ദിവസം ദേ ഇവിടെ കണ്ണൂര് കാപ്പാടുകാർ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒറ്റ ദിവസം ഒരാൾ തകർത്ത് ഉഷ ചേച്ചി ഉഷാറാക്കിയിട്ട് പോയി. ഒപ്പം അടുത്ത ആളെ എൻ്റെ കയ്യിൽ എടുത്ത് തന്നിട്ടാണ് പോയത്. നമുക്ക് അനൗൺസ് ചെയ്ത് വിളിച്ചാലോ? ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി എന്ന് പറയുന്നത് നിഖിത കെ.സി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. നമസ്കാരം നിഖിത. താങ്ക് യു. എന്ത് ചെയ്യുന്നു നിഖിത? ഞാനിപ്പോ MBA ഇയർ ഔട്ട് ആയി കഴിഞ്ഞു, പരിപാടിയൊക്കെ തീർന്നു. എത്ര നാളായി കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട്? ഓഗസ്റ്റിലാ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ അടുത്ത പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എത്ര കമ്പനിയിൽ അന്വേഷിച്ചു ജോലിക്ക് വേണ്ടിയിട്ട്? മെയിലയക്കുക ചെയ്തത്. 5-6 കമ്പനിയിലേക്ക് അയച്ചു. 5-6 കമ്പനിയിലേക്ക് അയച്ചു. പുറത്തേക്ക് പോകാനാണോ പ്ലാൻ, അതോ നമ്മുടെ കേരളത്തിൽ തന്നെ പരിപാടികളാണോ നോക്കുന്നത്? അല്ല, നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ, അതായത് കണ്ണൂർ തന്നെ നിൽക്കാനാണോ ഉദ്ദേശം? അതെ. അതെന്താ അങ്ങനെ? കാരണം MBA ഒക്കെ പഠിച്ച കൂടുതൽ ആൾക്കാരും കുറഞ്ഞ പക്ഷം ബാംഗ്ലൂരെങ്കിലും പോകാൻ ആഗ്രഹിക്കും അല്ലേ? അതാണ് കൂടുതൽ ആൾക്കാരുടെ ആഗ്രഹം. എന്താണ് നിഖിതയ്ക്ക് അത് കണ്ണൂർ തന്നെ മതി എന്ന് തോന്നാൻ കാരണം? അതല്ല, എനിക്ക് വീട് പൊട്ടു പോകാൻ അത്ര താല്പര്യമില്ല. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. അതെന്താ, വീട്ടില് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ ഒഴിവാക്കി പോവാൻ പാടാ? ഫുഡിന്റെ അല്ല, അങ്ങനെ പുറത്തു പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കൂട്ടുകുടുംബാണ്. അപ്പൊ എല്ലാരും എന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ കേൾക്കാം, ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാലോ. മാമന്മാര്, അമ്മ, 2 ഏച്ചിമാര്, പിന്നെ മാമന്മാര്, ഭാര്യ, കസിൻസ്.
അങ്ങനെ എല്ലാവരും ഉള്ളതുകൊണ്ട് നിങ്ങളവിടെ ഡെയിലി ഉത്സവമാണ്. അതുകൊണ്ടാണ് വെറുതെ എല്ലാ ആൾക്ക് വീടിന് പുറത്ത് പോകാൻ ആഗ്രഹമില്ലാത്ത. എന്തായാലും കണ്ണൂർ എന്നെ ഒരു ജോലി കിട്ടട്ടെ കേട്ടോ. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടന്നാലോ? ഓക്കെ, നികിതയ്ക്ക് ഒരു നല്ല കൈഡി കൊടുത്തോ. നികിതയുടെ ആദ്യ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപ സമ്മാനമായി കിട്ടുന്ന റൗണ്ടാണ്. അപ്പൊ ആദ്യ ഗെയിം എടുത്തോ. നികിത ആദ്യത്തെ ഗെയിം എടുത്തിട്ടുണ്ട്. ഈ ഗെയിമിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ 1000 മുതൽ 25,000 രൂപ വരെ സ്വന്തമാക്കാനായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മത്സരങ്ങളുടെ ഒരു സ്റ്റേജസ്, അതെങ്ങനെയാണെന്നുള്ളതൊന്ന് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പോരെ. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ 25,000 രൂപ വരെ സ്വന്തമാക്കാം. നികിത റെഡി അല്ലേ? അപ്പൊ നികിതയുടെ ഗെയിം എന്ന് പറയുന്നത്, ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ലോഡും വണ്ടി എന്നാണ് ഗെയിമിന്റെ പേര്. ലോഡ് വണ്ടി അവിടെ റെഡിയാണ്. നികിത അത് കണ്ടല്ലോ അല്ലെ? അത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. നികിത ചെയ്യേണ്ടത് ഓടിച്ചെല്ലുക, ഒരു ബോൾ എടുത്ത് അതിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഇവിടെ വന്ന് നിന്നതിന് ശേഷം ഈ കയർ പയ്യെ വലിച്ച് ഇക്കരെ എത്തിച്ചിട്ട് ബോൾ ഈ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക. തിരിച്ച് വീണ്ടും അത് സെറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുക. 120 സെക്കൻഡ് സമയമുണ്ട്. ഫസ്റ്റ് റൗണ്ടാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. 2 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ 12 ബോളുകൾ നമ്മൾ അതിലെത്തിക്കുന്നു. 120 സെക്കൻഡ് കൊണ്ട്. റെഡി? നികിത, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്നായിക്കോട്ടെ. സമയം പെട്ടെന്ന് പോകും. ഇവിടെ വന്ന് നിൽക്കുന്നു. അത് മറിഞ്ഞു വീഴാതെ ചെയ്യണം കേട്ടോ. തള്ളിപ്പൊള്ളി വണ്ടി സൂപ്പർ. വളരെ രസമായിട്ട് മത്സരിച്ചു. സിമ്പിൾ ആണ്. പെട്ടെന്ന് വേഗം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന്. ഓക്കെ, റെഡി? 20 സെക്കൻഡ് കഴിഞ്ഞു. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഓക്കെ, സൂപ്പർ. 2 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. 12 എണ്ണം എത്തണം. കാരണം നമുക്ക് തിരിച്ചും വരണം. വലിച്ചോ. ഓക്കേ, 3 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. വളരെ സ്മാർട്ടായിട്ട് മത്സരിക്കുന്നത്. നിങ്ങളെന്താ കയ്യൊന്നും അടിക്കാതെ നിൽക്കുന്നത്? ഒന്ന് പ്രോത്സാഹിപ്പിച്ചെല്ലാവരും. പോരട്ടെ. അത് വീഴാതെ നോക്കണം കേട്ടോ. ഓക്കെ, തെന്നി പോണോ? റെഡി? 4 എണ്ണം എത്തിയിട്ടുണ്ട്. 4 എണ്ണം. മൊത്തം 12 എണ്ണമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ. സൂപ്പറായിട്ട് മത്സരിക്കുന്നു. വേഗം നികിത, വേഗം വലിച്ചോ. അങ്ങനെ 5 എണ്ണം അവിടെ എത്തിച്ചിരിക്കുന്നു. 5 എണ്ണം അവിടെ എത്തിച്ചിരിക്കുന്നു. പോട്ടെ. അത് ഇങ്ങോട്ടൊക്കെ വരുന്നു. പയ്യ അങ്ങോട്ടേക്കാണ്. അത് തന്നെ. ആ സൈഡിലേക്ക്. സൂപ്പർ. ആള് വളരെ സിമ്പിളായി. ഇപ്പൊ എളുപ്പമായി. ഇപ്പൊ 6 എണ്ണല്ലേ? 1 2 3 4 5 6 എണ്ണമായിട്ടുണ്ട്. 6 എണ്ണമായിട്ടുണ്ട്. 7ാമത്തെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്പീഡായിക്കോട്ടോ. വേഗം, കാരണം 1 മിനിറ്റ് കഴിഞ്ഞു. 8 എണ്ണമായിട്ടുള്ളൂ. 8 എണ്ണം. വലിച്ചോ. പോട്ടെ. നമ്മുടെ കണക്ക് പ്രകാരം 10 സെക്കൻഡ് കുറഞ്ഞപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ 9 എണ്ണമായിട്ടുണ്ട്. ഇനി 3 എണ്ണം കൂടി നമുക്ക് അവിടെ എത്തിക്കണം. 3 എണ്ണം കൂടി. അവസാന നിമിഷം കൗണ്ട് ഡൗണിലേക്ക് കയറാതിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോ നികിത. ഓക്കെ. ഇനി 2 എണ്ണം കൂടി. 20 സെക്കൻഡിൽ 2 എണ്ണം. ഫാസ്റ്റ് ആക്കിക്കോ. 20 സെക്കൻഡിൽ 2 എണ്ണം. 20 സെക്കൻഡിൽ 2 എണ്ണം. ഓക്കെ, 15 സെക്കൻഡ്. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. 10 9 8 7 6 5. നികിത അങ്ങനെ 1000 രൂപ സ്വന്തമാക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ്. നല്ലൊരു കൈഡി കൊടുത്തേ നികിതയ്ക്ക്. പോരട്ടെ. നികിതയ്ക്കുള്ള 1000 രൂപ തരട്ടെ. അതാണ്. ഓക്കെ, നികിതയ്ക്കുള്ള ആദ്യത്തെ ക്യാഷ് പ്രൈസ് ആണ് 1000 രൂപ. അത് നമ്മൾ കൊടുക്കുന്നു.
പടപടയ്ക്കുന്ന നോട്ടുകൾ 1000 രൂപ. നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഓക്കെ, ഇനി നികിതയുടെ 2ാം റൗണ്ടിലേക്ക് നമുക്ക് കിടക്കണം. അതായത് 2000ന്റെ റൗണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇവർക്കൊരു സമ്മാനം കൊടുത്താലോ? പതിവ്. ഈ കൂട്ടത്തില് ഒരു കട്ട മമ്മൂട്ടി ഫാനും ഒരു കട്ട ലാലേട്ടൻ ഫാനും പെട്ടെന്ന് ഓടി വന്നേ. വന്നവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. വിചിത്രൻ. വിചിത്രമായ ഒരു പേരായി പോയല്ലോ അത്. വിചിത്രൻ എന്താ ചെയ്യുന്നത്? ആശാരിപ്പണിയാണ്. വിചിത്രമായ ആശാരിപ്പണിയാണോ? സാധാരണ ആശാരിപ്പണി തന്നെയാണ്. ഓക്കെ, നമ്മള് ഇന്നലെ മത്സരിച്ചു അല്ലേ? തുടക്കം തന്നെ വന്ന് നമ്മുടെ സാറിനൊരു പേരിട്ടിട്ട് പോയി അല്ലേ? ഓക്കെ, ഒറിജിനൽ പേരൊന്നുകൂടി പറഞ്ഞേ. ഫദ്റുദ്ദീൻ അല്ലേ? ഫദ്റുദ്ദീൻ. ഓക്കെ, ഫദ്റുദ്ദീൻ. ഇത് പഠിക്കുമ്പോ നേരം വിളിക്കും. ആ, അത് തന്നെ, ഭഗീരഥൻ പിള്ള. പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാ? ലാലേട്ടൻ ഫാൻ? ലാലേട്ടൻ ഫാൻ ഞാനാണല്ലോ മോനെ അല്ലേ? മമ്മൂക്ക ഫാൻ? ഒരു ഡൗട്ടുമില്ല. ഗെയിം ഒന്ന് പറഞ്ഞുതരാം. മമ്മൂക്ക ഫാൻ മമ്മൂക്കയുടെ സിനിമകൾ മാത്രം പറയുക, ലാലേട്ടൻ ഫാൻ ലാലേട്ടന്റെ സിനിമ മാത്രം പറയുക. ഗെയിം തുടങ്ങും. നമ്മൾ അന്താക്ഷരിയാണ് കളിക്കുന്നത്. ഓക്കെ, അവസാനത്തെ അക്ഷരം വെച്ചിട്ട് പക്ഷേ അടുത്തത് പറയാൻ പറ്റുള്ളൂ. ആ അക്ഷരത്തിൽ മമ്മൂക്കയുടെ സിനിമ പേരൊക്കെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക, ലാലേട്ടന്റെ സിനിമ പേരുണ്ടാവാൻ പ്രാർത്ഥിക്കുക. തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു അക്ഷരം തരാം. ലാലേട്ടൻ ഫാൻ തുടങ്ങിക്കോ. ക വെച്ചിട്ട് തുടങ്ങിക്കോ. ക വെച്ചിട്ട് ലാലേട്ടന്റെ ഒരു സിനിമ പെട്ടെന്ന് പറ. എന്റെ പൊന്നോ, തുടക്കം തന്നെ മമ്മൂക്ക ഫാൻ പറ. ക വെച്ചിട്ട്. എന്താണ്? അന്ന് ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ പറഞ്ഞേ. എബ്രഹാമിന്റെ സന്തതികൾ. അതിന്റെ അവസാനം കാ തന്നെ വന്ന് വെച്ചിട്ട് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. സന്തതികളിലെ കാ എടുത്തിട്ട് കാ വെച്ചിട്ട് ലാലേട്ടന്റെ ഒരു സിനിമ പറഞ്ഞു. ഇത്തിരി നീങ്ങിയിരുന്നോ? കിരീടം. അപ്പൊ കിരീടത്തിൽ ഡായാണ്. ഡാ പോട്ടെ. രാ വെച്ചിട്ടൊരു മമ്മൂക്കയുടെ സിനിമ പേര് പറ. രാ വെച്ചിട്ട് മമ്മൂക്കയുടെ രാജാതിരാജ. അതിന്റെ അവസാനം ജായാണ്. അത് കട്ട് ചെയ്യുന്നു. രാ വെച്ചിട്ട് ലാലേട്ടന്റെ സിനിമ പറഞ്ഞേ. രാ വെച്ച് ലാലേട്ടന്റെ സൂപ്പർ സിനിമയുണ്ട്. രാ വെച്ച് ലാലേട്ടന്റെ സൂപ്പർ സിനിമയുണ്ട്. രാവണപ്രഭു. പട്ടാളം. പട്ടാളത്തിന് ഒക്കെ പ്രശ്നമുള്ള ടൈമിലായോ? അത് പോട്ടെ. പാ വെച്ചിട്ട് പറ. പവിത്രം. തസ്കരവീരൻ. രാ. പെട്ടെന്ന് പറ. ഇനി ഞാൻ കൗണ്ട് ചെയ്യും. 10 വരെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഔട്ട് ആവും. 10, 9, 8, 7. രസതന്ത്രം. താ വെച്ച് മമ്മൂക്ക പടം. ഞാൻ ഓടിക്കൂട്ടെ നിന്നെ. തുറുപ്പുകുലാൻ. ലാ വെച്ച് ലാലേട്ടന്റെ സിനിമ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇവിടെ ആരാ ഈ കള്ളക്കളി കളിക്കണേ? നീയാണ്. ചെവിക്ക് പിടിച്ച് ഞാൻ തിരിക്കും ഞാൻ. ഓക്കെ, എന്തായാലും ഭഗീരഥൻ പിള്ള ജയിച്ചിരിക്കുന്നു. ഒരു നല്ല കൈഡിയും. അപ്പോ മമ്മൂക്ക ഫാനായി വന്ന ഭഗീരഥൻ പിള്ള ഫജറുദ്ദീൻ. ഇപ്പൊ ശരിയായില്ലേ? ഫജറുദ്ദീന് നമ്മൾ സമ്മാനം കൊടുക്കാണ്. ലാലേട്ടൻ ഫാൻ തന്നെ സമ്മാനം കൊടുത്തോ. ഇനി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. നല്ല കൈഡി കൊടുത്തേ. 1000 രൂപ സ്വന്തമാക്കി നികിത. ഇനി നികിതയ്ക്ക് അടുത്ത റൗണ്ട് മത്സരമാണ്. 2000ന്റെ റൗണ്ടാണ്. ഈ റൗണ്ട് ജയിച്ചാൽ 3000ന്റെ ഉറപ്പായും കിട്ടുന്ന 3000ന്റെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കും. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോ അടുത്ത നമുക്ക് ഗെയിം എടുത്താലോ നികിത? ഓക്കെ, എടുത്തോ. നികിതയുടെ 2ാം റൗണ്ടിന്റെ ഗെയിം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ നോക്കാം. മന്ദൻ കൈ എന്നാണ് ഈ ഗെയിമിന് പേരിട്ടിരിക്കുന്നത്. മന്ദൻ കൈ. ആ കൈ ഒന്ന് നോക്കി കാണിച്ച് എല്ലാരും കാണട്ടെ. ഇത് മന്ദൻ കൈ അല്ല എന്തായാലും. അപ്പൊ ഇത് മന്ദൻ കൈ ആക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൗസ് തരും. ബോക്സിങ്ങിന്റെ ഗ്ലൗസ് തരും. അപ്പൊ നല്ല വലിയ കൈ ആയിക്കോളും, കുഴപ്പമില്ല. എന്നിട്ട് 2 നീണ്ട കോല് തരും. അത് ഇതിൽ പിടിക്കാത്തിരി പാടായിരിക്കും. കാരണം ഈ ബോക്സിങ്ങിന്റെ ഗ്ലൗസ് നമ്മുടെ കൈ ഇത്രേ വളയുള്ളൂ. അതിനുകൊണ്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ കോല് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ബോളുകൾ ഉണ്ടാവും. ബോള് കോല് കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റിലേക്ക് ഇടുക. അതാണ് ഗെയിം എന്ന് പറയുന്നത്. ഇതൊരു മന്ദൻ ഗെയിം ആയിപ്പോയി അല്ലേ നികിത? ഓക്കെ, എന്തായാലും നികിതയുടെ 2ാം റൗണ്ട് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഗെയിം മന്ദൻ കൈ. അപ്പൊ നികിത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ബോള് കുത്തിയെടുക്കണം. ഇതിങ്ങനെ സൈഡല്ല, ഇങ്ങനെ കുത്തിയെടുക്കണം. രണ്ടും കൂടി ബാലൻസ് ചെയ്ത് 100 സെക്കൻഡ് കൊണ്ട് ഇതിൽ നിന്നും 3 ബോളുകൾ അതിലെത്തിക്കണം. നമ്മൾ എണ്ണം കുറച്ചത് ഇത് കുറച്ച് ബാലൻസിങ് പാടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10 എണ്ണൊക്കെ തന്നേനെ നമ്മള്. റെഡി? അപ്പോ നികിതയ്ക്ക് ഒരു നല്ല ഗൈഡ് കൊടുത്തേ. 3 ബോളുകളാണ് അപ്പുറത്ത് എത്തിക്കേണ്ടത്. നികിത, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നന്നായിട്ട് ശരിക്കും അമർത്തി പിടിക്കുക. ഇവിടെ നിന്ന് കുറച്ച് നല്ല ബലം കൊടുക്കും. ബലം കൊടുത്താൽ അതവിടെ ഇരുന്നോളും. മൊത്തം 100 സെക്കൻഡാണ് നമ്മുടെ നികിത. അത് തന്നെ. പോയത് പോകട്ടെ, നമ്മൾ അതിനെ കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട. അടുത്ത ബോൾ 20 സെക്കൻഡ് കഴിഞ്ഞു. രണ്ടാമത്തെ ബോൾ എടുക്കാൻ ശ്രമിക്കുന്നു നികിത. നികിതയ്ക്ക് ഒരു അപ്പ് ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നികിത ഉഷാറാവും അല്ലേ? ഒന്ന് കൊടുത്തേ. അതാണ്. പെട്ടെന്ന് പയ്യെ. റെഡി. ഈ മുകളിലിരിക്കുന്ന ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കി. അതായിട്ട് ഉള്ളിൽ ഇങ്ങനെ പ്രസ്സായിരിക്കാം. അതല്ല. ഈ പച്ച ബോൾ എടുത്ത് നോക്കി. അത് കിട്ടും. എന്റെ വക ഒരു സ്പെഷ്യൽ. അത് കിട്ടട്ടെ. പതുക്കെ പച്ച ബോൾ എടുത്തേ. അതും കിട്ടണല്ലേ? പറയണ്ടായിരുന്നു. അതേ പറഞ്ഞിട്ട് അബദ്ധായി. 60 സെക്കൻഡ് കഴിഞ്ഞു. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. നല്ല ഗൈഡ്. 70 സെക്കൻഡും കഴിഞ്ഞിരിക്കുന്നു. ഇനി 30 സെക്കൻഡേ ബാലൻസ് ഉള്ളൂ. 30 സെക്കൻഡേ ബാലൻസ്. ഒരു ബോൾ എടുത്തായിരുന്നു, പക്ഷെ അത് ചാടിപ്പോയി. ഇതിപ്പോ രണ്ടാമത്തെ ബോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 3 എണ്ണമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 80 സെക്കൻഡ് കഴിഞ്ഞു. ഇനി വെറും 20 സെക്കൻഡുകളേ ഉള്ളൂ. കഴിയില്ല. കൗണ്ട് ഡൗൺ ചെയ്യാം. അതിനുള്ള എടുക്കാൻ പറ്റുമോ നോക്ക്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഒരു നല്ല ഗൈഡ് കൊടുത്തേ നികിതയ്ക്ക്. എന്തായാലും നികിത രണ്ടാം റൗണ്ടിൽ പുറത്തായി. 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ടാണ് നികിത പോകുന്നത്. നികിതയ്ക്ക് ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നു. തൽക്കാലം നമ്മൾ എടുക്കുന്നു സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പറിൽ നികിത പെട്ടെന്ന് തന്നെ ടാറ്റ പറഞ്ഞു പോയി അല്ലേ? സാരില്ല, നമുക്ക് അടുത്ത മത്സരാർത്ഥി ഇവിടെ റെഡിയാണ്. നമുക്ക് തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ? റെഡി അല്ലേ? ഒരു നല്ല ഗൈഡ്, ഒരു മെഡിക്കുട്ടി ഇവിടെ ഉണ്ട് പാട്ട് പാടാനായിട്ട്. ഓടിവാ. അപ്പോ ഇതാണ് ആ മെഡിക്കുട്ടി. എന്താ പേര്? ശ്രുതി. പാട്ട് പാടുന്ന ആൾക്ക് ഇടാൻ പറ്റിയ പേരാ ശ്രുതി അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട് ശ്രുതിയുടെ? അച്ഛൻ, അമ്മ, 3 ചേച്ചിമാർ. 3 ചേച്ചിമാർ. ഇവരൊക്കെ പാട്ട് പാടും? ഞാനും വേറൊരു ചേച്ചി നന്നായി പാടും. ആ വേറൊരു ചേച്ചിയുടെ പേരെന്താ? സ്നേഹ. സ്നേഹ ചേച്ചിക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ സ്നേഹ ചേച്ചി? ഇല്ല. ഓക്കെ, എന്തായാലും ശ്രുതിയുടെ പാട്ട് കേട്ടാലോ നമുക്ക്? ഹരിയോ ഓ ഓ ഓ തിരിയോ ഗണപതിയോ ഓ ഓ സരസ്വതിയോ വാഴ്കപ്പൊലി കണ്ടമ്മ ഭൂമി ദേവി വാണിരിക്കെ അങ്ങ് തെക്കനില്ലോ ഓ ഓ ഓ അങ്ങ് വടക്കനില്ലോ അങ്ങ് വടക്കോ ഇല്ലമുണ്ട് വളറിഞ്ഞ വടക്കുന്നു വരവതുണ്ടേ എൻ്റെ മാവേലിയ തന്നാനേ താനിന്നാനേ തന്നാനേ തെയ്യം താരാ തന്നാനേ താനിന്നാനേ തന്നാനേ തെയ്യം താരാ ആയിരം കാതു കുകു വട കൂന്ന് മാവേലിയ വരവതുണ്ടേ തന്നാനേ താനിന്നാനേ തന്നാനേ തെയ്യം താരാ മാനോയരുടെ വാഴ്ച കാണാ മാവേലിയ വരവതുണ്ടേ തന്നാനേ താനിന്നാനേ തന്നാനേ തെയ്യം താരാ പുത്തനോരു
കുകു ഓല വെട്ടി കികി കൊടിനാലു കുകു മേഞ്ഞിറങ്ങി തന്നാനേ താനിന്നാനേ തന്നാനേ തെയ്യം താരാ തന്നാനേ താനാത്തിന തന്നാനോം താനാ തന്നാനേ താനാത്തിന തന്നാനോം താനാ തന്നാനേ താനാത്തിന തന്നാനോം താനാ തന്നാനേ താനാത്തിന തന്നാനോം താനാ മഞ്ഞ നല്ല മുണ്ടു വേണോ മന്ദിര കൊടി വേണോ മഞ്ഞ നല്ല മുണ്ടു വേണോ മന്ദിര കൊടി വേണോ തന്നാനേ താനാത്തിന തന്നാനോം താനാ തന്നാനേ താനാത്തിന തന്നാനോം താനാ തന്നാനേ താനാത്തിന തന്നാനോം താനാ തന്നാനേ താനാത്തിന തന്നാനോം താനാ. സൂപ്പർ, നല്ലൊരു കൈയടി പോരട്ടെ, കൈയടി വന്നിട്ടെ. അടിപൊളിയായിട്ട് പാടില്ല. ഇത് ആരാ പഠിപ്പിച്ചെന്നേ? ഇത് സുരേഷ് പള്ളിപ്പാറ. ആ, മാഷാണ്. പാട്ട് പഠിപ്പിക്കുന്നത് മാഷാണോ? നാടൻ പാട്ടിന്റെ മാഷാണ്. അടിപൊളിയായിട്ട് കേട്ടോ. ടീമുണ്ടോ നിങ്ങൾക്ക്? നാടൻപാട്ട് ടീം? നാടൻപാട്ട് ടീം അതുണ്ട്. എന്താ ടീമിന്റെ പേര്? അക്ഷര കലാവേദി. ആ, ഇവിടെയൊക്കെ പരിപാടികളൊക്കെ ഇഷ്ടം പോലെ പോവാറുണ്ടോ? അപ്പൊ പോകാറ്. കൂടെ പോവാറുണ്ട്. അപ്പൊ കൂട്ടത്തിൽ താരമായിരിക്കും അല്ലേ? ഒരു നല്ല കൈഡ് കൊടുത്ത് എന്തായാലും ആള് ഇന്ന് ഇവിടെ താരമായി. ഈ താരം തന്നെ നമുക്ക് അടുത്ത മത്സരാർത്ഥിനെ എടുത്തു തരണം. ഓക്കെ, അപ്പോ ശ്രുതിക്ക് ഒരു നല്ല കൈഡ് കൂടി കൊടുത്തേ. അപ്പോ ശ്രുതി അതിമനോഹരമായിട്ടൊരു പാട്ട് പാടി തന്നു. അടുത്ത മത്സരാർത്ഥിനെ എടുത്ത് എന്റെ കയ്യിൽ തന്നു. ആ മത്സരാർത്ഥിയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നു. അത് മറ്റാരുമല്ല, ഷീജ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ. അപ്പോൾ ഷീജയാണ് അടുത്തതായി ഇനി ഇവിടെ അംഗം കുറിക്കാൻ പോകുന്നത്. നമസ്കാരമുണ്ട് ഷീജ ചേച്ചി. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഞാൻ പക്ഷെ എനിക്ക് ഈ ലുക്കും ഭാവമൊക്കെ കണ്ടപ്പോ കഥ എഴുതുകയോ കവിത എഴുതുകയോ മലയാളം അധ്യാപികയോ ആ തങ്ങോട്ട് പറ. എനിക്ക് തോന്നുന്നു എന്തോ പരിപാടി കയ്യിലുണ്ടെന്ന്. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പോ പഠിച്ചിട്ടുണ്ടോ? അതോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പം മ്യൂറൽ പെയിന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാ? മാഹി കലാഗ്രാമം. മാഹി കലാഗ്രാമത്തിൽ മ്യൂറൽ പെയിന്റിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. ഇഷ്ടം മീഡിയം എന്തായിരുന്നു പെയിന്റിംഗിൽ? അങ്ങനെയല്ല, ഞാൻ ഫാബ്രിക് പെയിന്റിംഗ് ഒക്കെ ചെയ്യായിരുന്നു സാരിയിലും മറ്റുള്ള വർക്കൊക്കെ. അത് കുറെ മുന്നേ. അതപ്പോ ടൈലറിങ് മറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചപ്പോ ഇപ്പൊ വീണ്ടും പെയിന്റിങ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാഷന്റെ പിന്നാലെ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് സാരിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി മ്യൂറൽ പെയിന്റ് പഠിക്കണം എന്ന് വിചാരിച്ചത്. ഓക്കെ, പക്ഷെ ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോ എന്ത് തോന്നുന്നു മ്യൂറൽ? കാരണം അതൊരു വേറെ നമ്മളൊരു ടീം ഉണ്ട്. അപ്പൊ അവരൊന്നും വർക്കണെങ്കിൽ നമ്മൾ ഒന്നിച്ചിട്ടൊക്കെ പോയിട്ട്. ഓക്കെ, ശരി. ഷീജ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, 2 മക്കള്, 2 ആൺകുട്ടികള്. 2 ആൺകുട്ടികളുണ്ട്. ഹസ്ബൻഡ് എയർപോർട്ടില് CSF വർക്ക് ചെയ്യുന്നു. കണ്ണൂർ എയർപോർട്ടിലാണ്. ഓ, അത് ശരി. തൊട്ടടുത്ത് ജോലി കിട്ടിയതായിരുന്നു. നന്നായി. ഓക്കെ, ആദ്യത്തെ മത്സരത്തിലേക്ക് പോകാം. ലോട്ട് എടുത്ത് തീരുമാനിക്കാം ഏതാ ഗെയിം നോക്കാം. ഇതിനെന്തിനാ ഇത്ര ചിരിക്കുന്നേ? എന്തിനാ ചിരി വരുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് ആരും ചിരിക്കൂ? ഒന്നുമില്ലാണ്ട് ചിരിച്ചാൽ നമ്മൾ അതിന് വേറെയൊക്കെയാ പറയാ. തൽക്കാലം പറയണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും ഷീജ ചേച്ചി ഇന്ന് ഇവിടെ കിടന്ന് ചിരിച്ച് തകർക്കുമെന്ന് ഉറപ്പാണ്. ഷീജ ചേച്ചിയുടെ ആദ്യ മത്സരം ഏതാണെന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞാ പോരെ. ഞാൻ ചോദിക്കുമ്പോ ഔട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ആദ്യത്തെ ഗെയിം ലോട്ട് എടുക്കാം. ഓക്കെ, ഈ ഗെയിം എന്ന് പറയുന്നത് ഒറ്റത്തണ്ടെന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഒറ്റത്തണ്ട് അഥവാ ഒരു കോല്, ഒരു PVC പൈപ്പ് വരും, മണി ബോളും തരും. PVC പൈപ്പിന്റെ മുകളില് ബോള് വെച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ട് പതിവ് പോലെ ബാസ്ക്കറ്റ് ഉണ്ടാവും, ബാസ്ക്കറ്റിലേക്ക് ബോൾ നിക്ഷേപിക്കണം. അതാണ് ഗെയിം. എന്ത് പറ്റി സ്റ്റാച്ചു പോലെ ഇതിങ്ങനെ നിൽക്കണത്? ഒരാളിവിടെ 2 കമ്പ് വെച്ചിട്ട് ബോൾ കുത്തിക്കൊണ്ടു പോകുന്നത് ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 2 കോലെന്നുള്ളത് ഒരെണ്ണം മാറ്റി ഒറ്റ കോലാക്കി. പ്രശ്നം തീർന്നില്ലേ? ഒറ്റത്തണ്ട് പ്രശ്നം തീർന്നില്ലേ? ഇപ്പോ ഷീജ ചേച്ചിക്കുള്ള ആ ഗെയിം എന്ന് പറയുന്നത് നമ്മളവിടെ തുടങ്ങാണ്. ഒറ്റത്തണ്ട്. അപ്പോ ഈ തണ്ടിന്റെ മുകളിൽ ബോൾ വെക്കുന്നു, ബാലൻസ് ചെയ്യുന്നു. നമ്മൾ നടന്ന് ഇവിടെ വരുന്നു, ഇതിന്റെ ഉള്ളിൽ ബോൾ ഇടുന്നു. സോ സിമ്പിൾ. ഓക്കെ, അപ്പോ 120 സെക്കൻഡ് ഉണ്ട്. ഇത് ആദ്യ റൗണ്ട് അല്ലേ? 2 മിനിറ്റ് ഉണ്ട്. ഇത് ബാലൻസിങ് ഗെയിം ആയതുകൊണ്ടും ഒരുപാട് സമയം എടുക്കുമെന്നുള്ളതുകൊണ്ടും 2 മിനിറ്റിനുള്ളിൽ 2 ബോളുകൾ അവിടെ എത്തിച്ചാൽ മതി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
പതുക്കെ ചെയ്താൽ മതി, ഒട്ടും ധൃതി പിടിക്കണ്ട. 2 മിനിറ്റ് കൊണ്ട് 2 എണ്ണം അവിടെ വെച്ചാൽ മതി. പയ്യെ പോകും. ആ പോയി, കുഴപ്പമില്ല. തിരിച്ചു വരുന്നു. ആ ബോൾ തന്നെ നമ്മൾ വെക്കുന്നു. നമുക്ക് ഇഷ്ടംപോലെ ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ടല്ലോ അവിടെ. 2 ബോൾ അവിടെ എത്തിച്ചാൽ മതിയല്ലോ. സ്ലോ ആയിട്ട് പോയാൽ മതി. സ്ലോ ആയിട്ട് 20 സെക്കൻഡ് കഴിഞ്ഞ് പയ്യെ പോ. അത് തന്നെ കറക്റ്റാണ്. റിലാക്സ് പറഞ്ഞു കഴിഞ്ഞ് ബോൾ അങ്ങോട്ട് പോയി. ഓക്കെ, ഒന്നും കൂടി ശ്രമിക്കും. കിട്ടും. നന്നായിട്ട് കൈയടിച്ച് നിങ്ങൾ കൈയടിച്ച് കുറച്ച്. അതാണ്. റെഡി. ബാലൻസ് ആയി കിട്ടും. നമ്മളിത് ഇപ്പൊ പകുതി വരെ എത്തിയായിരുന്നു ആക്ച്വലി. അത് ഷീജയ്ക്ക് ശ്രദ്ധിച്ചില്ല. മഞ്ഞ ബോൾ പ്രശ്നമാണ്, വേണമെങ്കിൽ ചുമപ്പെടുത്തോ. അങ്ങനെ. അതാണ് ഇതെന്താ സംഭവിക്കാൻ നോക്കട്ടെ. അത് ഇരിപ്പുണ്ടല്ലോ, അനങ്ങുന്നില്ല. കൈ വിറയ്ക്കാതെ പോട്ടെ. പയ്യെ പോട്ടെ. സമയമുണ്ട്. കൈ കൊണ്ട് തൊടണ്ട. അതന്നെ. ഇപ്പൊ പോകുന്ന പോലെ പോട്ടെ. പയ്യെ പോട്ടെ. അതന്നെ. സ്ലോ മോഷൻ. അമൽ നീരദിന്റെ സിനിമ പോലെ ഉണ്ട്. സ്ലോ മോഷൻ. ബോൾ അടക്കം. അത് അവിടെ വരെ എത്തിയതെന്ന് ധൃതി കാണിച്ചു. ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ധൃതി. ബാഗിട്. ഒന്നുകൂടി ശ്രമിക്കും. കിട്ടും. വീണ്ടും. ഞാൻ മ്യൂസിക് ഇട്ടരാൻ പോയതാ. റെഡി, പോട്ടെ. അത് ശരിയാവില്ല. മഞ്ഞ നമുക്ക് വേണ്ട, ഒഴിവാക്കി വിട്. ചുമപ്പാണ് പൊളി. അയ്യോടാ, സാരില്ല, പോട്ടെ. കൗണ്ട് ഡൗണിനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എളുപ്പം കാര്യങ്ങളൊക്കെ അവസാനിക്കും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അപ്പൊ എന്തായാലും ആദ്യ റൗണ്ടിൽ തന്നെ അതിമനോഹരമായി മത്സരിച്ച് ഷീജ ചേച്ചി തോറ്റിരിക്കുകയാണ്. നല്ലൊരു കൈയുടെ എല്ലാരും കൂടി കൊടുത്തേ. ആരെങ്കിലും ഓടി വാടാ, ഇതൊക്കെ മേടിച്ചിട്ട് പോ. അതെ, വേറൊരു കാര്യം ചെയ്യാം. അങ്ങനെ ഷീജ ചേച്ചിക്ക് മാത്രം പണി കിട്ടിയാൽ പോരല്ലോ. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാൻ ഇവിടെ ഒന്ന്? അതെ, ആ ചേച്ചി വരുന്നു. ഒരു നല്ല കൈഡ് കൊടുത്തേ. ഇത് നമ്മുടെ സുശീല ചേച്ചി അല്ലേ? എനിക്കിപ്പോഴാ. ഇന്നലെ സുശീല ചേച്ചി ഇവിടെ വന്ന് ഇവിടെ ഒരു അംഗം കുറിച്ചിട്ട് പോയേ ഉള്ളൂ. അപ്പൊ സുശീല ചേച്ചിക്ക് ഇതേ നമ്മൾ നമ്മുടെ ഒറ്റത്തണ്ട് കൊടുക്കുന്നു. അപ്പൊ സുശീല ചേച്ചി റെഡിയാണ് കേട്ടോ. കൂട്ടത്തിൽ നിന്ന് ധൈര്യത്തിൽ ഓടി വന്ന ആളാണ്. ഒരു നല്ല കൈഡി കൊടുക്കണം ഇതിന്. നല്ല കൈഡി. സുശീല ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെച്ചോ, അതെടുത്ത് വെച്ചോ. ബാലൻസ് ചെയ്തോ. അതെ, തല തിരിച്ചാ പിടിച്ചിരിക്കുന്ന കമ്പി. ആ സൈഡ് കൊള്ളൂല. ഇപ്പൊ ശരിയായി. കണ്ട, ബുദ്ധിപരമായിട്ട് നീങ്ങണണ്ട. ഇനിയിപ്പോ തോക്കണതും കൂടി കണ്ടോട്ടോ. എന്തല്ലേ മനസ്സിൽ പറഞ്ഞത്? സുശീല ചേച്ചിക്ക് ഒരു നല്ല യോഗ കൊടുത്ത് ഒരു കയ്യടിയൊക്കെ കൊടുത്ത്. സാരില്ല. നമുക്ക് സമയമുണ്ടല്ലോ. നേരം വെളുക്കണ വരെ നമുക്ക് കളിക്കാം. സുശീല ചേച്ചി ഒരെണ്ണമെങ്കിലും അവിടെ എത്തിച്ചാൽ മതി. കൺസെഷനാണ്, കൺസെഷൻ. ഒറ്റ ഒരെണ്ണം അവിടെ എത്തിച്ചാൽ മതി. ഒരു നല്ല കൈഡ് കൊടുത്ത് എല്ലാവരും. ഇച്ചിരി ധൃതി കൂടിയോന്നൊരു സംശയം ഉണ്ടല്ലേ? ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ട്. സാറില്ല, പോട്ടെ. ഗെയിം മാറ്റി പിടിക്കൂല. പയ്യെ വാ സുശീല ചേച്ചി. കറക്റ്റ്. സൂപ്പർ. പോയി. ഓക്കെ, വേണമെങ്കിൽ കൗണ്ട് ഡൗണിനൊരു അവസരം തരാട്ടോ. നേരത്തെ നമ്മളൊരു ഓക്കെ, ഷീജ ചേച്ചി കൗണ്ട് ഡൗണിനൊക്കെ റെഡി ആയിട്ട് നിന്നോ. കൗണ്ട് ഡൗണിനുള്ള അവസരം തരുന്നതായിരിക്കും. ആ ബോള് പോട്ടെ. വേറെ ബോൾ എടുത്തേ. പച്ച. ഓക്കെ, പോരട്ടെ. എനിക്ക് തോന്നണേ ഷീജ ചേച്ചി ഇവിടെ നിന്ന് കട്ടക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, തോക്കണേ എന്ന്. അനങ്ങണില്ല അവിടെ നിന്ന്.
ആ ചേച്ചി കൗണ്ട് ഡൗൺ ചെയ്തോ. അവസരം അങ്ങോട്ട് വന്നേക്കുന്നു. 10, 10, 9, 9, 8, 8, 7, 8 ചെയ്തിട്ട് 11ഓ? 7, 7, ആ. 6, 7, ആ. 8, 5, 5, 4, 4, 3, 3, 2. 2, 1. ആക്ച്വലി അത് എത്തിച്ചു. ശ്രദ്ധിച്ചായിരുന്നോ? കൈ തൊട്ടിട്ടില്ല. ഇതിങ്ങനെ കൊണ്ടുപോയിട്ടോ. അത് എങ്ങനെ വീണു എന്നാ ഞാൻ ആലോചിക്കണേ. ഒരു നല്ല കൈയുടെ കൊടുത്തേ സുശീല ചേച്ചിക്ക്. അപ്പോ പെട്ടെന്നാണ് തിരിമറി ഉണ്ടായത്. സുശീല ചേച്ചി വന്നു, മത്സരിച്ചു, കഷ്ടപ്പെട്ടായാലും ഒരെണ്ണം അവിടെ എത്തിച്ചു. മത്സരിക്കാൻ വന്ന ഷീല ചേച്ചി തോറ്റുപോയി. അച്ചടാ, എന്ത് തോന്നുന്നു? കരയാൻ പോണോ? അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ചരിത്രത്തിൽ നമ്മൾ ഒരു ചെറിയ പരിപാടി നടത്താൻ പോവാണ്. ഷീല ചേച്ചി എന്തായാലും ഔട്ടായി പോയി. നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാര്യങ്ങൾ എന്തായാലും പോയി. സുശീല ചേച്ചി പെട്ടെന്ന് വരികയും ആ മത്സരം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്ത് അത് എത്തിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഗെയിമിൽ നമുക്ക് സുശീല ചേച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? മുന്നോട്ട് കൊണ്ടുപോയാലോ സുശീല ചേച്ചിനെ? നമുക്ക് എതിർപ്പ് എന്തായാലും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോ മൈക്ക് അങ്ങോട്ട് കൈമാറുക. ആയുധം കൈമാറുക. വലിയ കാര്യമില്ലല്ലോ. ഓ, അതാണ് ഒരു നല്ല ഷെയ്ക്കാൻ്റെ അന്നേ. ഉഷാറല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, എന്നിട്ട് മൈക്ക് സുശീല ചേച്ചിക്ക് കൊടുത്തോ. ഇനി സുശീല ചേച്ചിയാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. താങ്ക് യു ഷെയ് ചേച്ചി, താങ്ക് യു. അപ്പോ ഇനി സുശീല ചേച്ചിയാണ് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അടുത്ത മത്സരാർത്ഥി. എല്ലാം പെട്ടെന്നായിരുന്നു. നമുക്കപ്പോ സുശീല ചേച്ചിക്കുള്ള എന്തൊന്നും മിണ്ടാണ്ടിരിക്കണ, ഹാപ്പി അല്ലേ? ഗെയിം നടത്തി ഗെയിമിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോ സുശീല ചേച്ചി ഇനി 1000 രൂപയുടെ ആദ്യ റൗണ്ട്, സുശീല ചേച്ചിയുടെ ആദ്യ റൗണ്ടിലേക്ക് മത്സരിക്കാൻ പോകുന്നു. നമുക്ക് ലോട്ട് എടുത്ത് ഒറിജിനൽ ഗെയിം ഏതാണെന്ന് നോക്കാം. റെഡി അല്ലേ? സുശീല ചേച്ചിയുടെ ആദ്യ റൗണ്ട്. സി കേരളം സൂപ്പർ ബമ്പറിൽ അപ്പോ നമ്മുടെ കൂടെ മത്സരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് സുശീല ചേച്ചി. സുശീല ചേച്ചിയുടെ ആദ്യ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കണം. 1000 രൂപയുടെ റൗണ്ട്. അപ്പോൾ അതിനുള്ള ഗെയിം ഏതാണെന്നുള്ളത് നമുക്ക് ലോട്ട് എടുത്ത് തീരുമാനിക്കാം. അതിൽ നിന്ന് ഒരു ലോട്ട് എടുത്തോ, ഏത് വേണമെങ്കിലും എടുത്തോ. സുശീല ചേച്ചിയുടെ ഗെയിം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു നല്ല ഗെയിമാണ്. സിമ്പിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ അത്ര സിമ്പിൾ ആവാൻ വഴിയില്ല. എന്തായാലും അത് സിമ്പിൾ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഒരല്പനേരം കാത്തിരിക്കണം. കാരണം സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അപ്പോ നമ്മുടെ സുശീല ചേച്ചിക്കുള്ള ഗെയിം എന്ന് പറയുന്നത് കൺകെട്ടാണ്. കൺകെട്ട് എന്ന് പറയുന്ന ഗെയിം ഒന്നുകൂടി സുശീല ചേച്ചിക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ സുശീല ചേച്ചിയുടെ കണ്ണ് കെട്ടി നിർത്തിയിട്ടുണ്ട്. ആളനങ്ങാതെ നിൽക്കുക പാപം. തൊട്ടു ഫ്രണ്ടില് കുറച്ച് സ്കെച്ച് പെൻ, നമ്മുടെ മാർക്കർ പെൻ വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായി എടുക്കുക, അത് അടപ്പ് തുറക്കുക, എന്നിട്ട് അങ്ങനെ തന്നെ ആ അടപ്പ് കൈ അകത്തിയിട്ട് നേരെ കൊണ്ടുവന്നിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ തരിക. അതാണ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, 120 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ളത്. 120 സെക്കൻഡ് കൊണ്ട് വേണം സുശീല ചേച്ചി ഈ ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തൊരു 5 എണ്ണം അടച്ച് എൻ്റെ കയ്യിൽ തരണം. റെഡിയാണോ? ഒരു നല്ല കൈയ്യടി കൊടുത്ത് സുശീല ചേച്ചിക്ക്. Your time starts now. എടുത്തോ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തോ. തുടക്കുന്നു, എന്നിട്ട് നേരെ വരുന്നു, ഈ അറ്റത്ത് നേരെ അടയ്ക്കുന്നു. 1. ഒരു നല്ല കൈയ്യടി കൊടുത്ത്. എന്റെ കൈതാ. ഓക്കെ, എന്റെ കൈതാ. 1. സൂപ്പർ. ഇനി 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഗെയിമിലേക്ക് പോകുന്നു. അകത്തുനിന്ന് വരുന്നു. അത് അങ്ങനെ പോയാൽ അത് അടയൂല. 2. കൈ കുറച്ചും കൂടി അകന്ന് പോകണം കേട്ടോ. തുറന്നതിന് ശേഷം കൈ കുറച്ചും കൂടി അകന്നു. തുറന്നോ? അങ്ങനെ തന്നെ, കറക്റ്റ്. തുറന്നോ? ഓക്കെ, 35 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അടുക്കുന്നു വരുന്നു. അല്ലല്ല, ഇങ്ങോട്ട് നേരെ. ഓക്കെ, 3 എണ്ണം. ഇനി 2 എണ്ണം കൂടി മതി കേട്ടോ. 2 എണ്ണം കൂടി ആയി കഴിഞ്ഞാൽ 1000 രൂപ ചേച്ചിയുടെ കയ്യിലിരിക്കും. 45 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ. 45 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ടല്ല, ഇങ്ങോട്ടുമല്ല, നേരെ. അത് തന്നെ. ഓക്കെ, 4 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി വേണം. ഒരെണ്ണം കൂടി വേണം. അതങ്ങടാത്. ഓ എന്റെ ദൈവമേ, ഒരു നല്ല കൈയ്യടി കൊടുത്തേ സുശീല ചേച്ചി. മതി, ഇനി തപ്പണ്ട. ആ കണ്ണിലുള്ളത് അടിച്ചോ. ദേ ഇവിടെ പയ്യ ഇത് അടിച്ചോ. ഹായ്, നോക്കിയേ കണ്ണ്. കാണാമോ? എന്നെ കാണാമോ? ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കിയേ. 5 എണ്ണം സെറ്റ് ചെയ്ത് വെച്ചു.
ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലേക്കാള്. എന്തായാലും സുശീല ചേച്ചിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നു 1000 രൂപ. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. സുശീല ചേച്ചി പെട്ടെന്ന് വന്നു, ഗെയിമിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യ റൗണ്ട് സിമ്പിളായിട്ട് ജയിച്ചു. 1000 രൂപയാണ് ചേച്ചിക്ക് അപ്പോൾ സമ്മാനമായിട്ട് കിട്ടുന്നത്. ആ 1000 രൂപ നമുക്ക് കൊടുത്താലോ? ഒരു നല്ല കൈയ്യടി കൊടുത്തേ സുശീല ചേച്ചിക്ക്. സുശീല ചേച്ചിക്കുള്ള 1000 രൂപ ദാ ഇവിടെയുണ്ട്. ഇനി നമുക്ക് 2ാം റൗണ്ടിലേക്ക് കിടക്കാം. 2000ന്റെ റൗണ്ടാണത്. 2000ന്റെ റൗണ്ട് എന്ന് പറയുന്നത് 3000ത്തിലേക്കുള്ള എൻട്രി ഗെയിമാണ്. ഓക്കെ, ഗെയിം എടുത്തോ. ഇതിൽ നിന്നൊരു ഗെയിം എടുത്തോ. ഈ ഗെയിം എന്ന് പറയുന്നത് ബോൾ ചായ എന്നാണ് ഗെയിമിന്റെ പേര്. നമ്മളിങ്ങനെ ചായ അടിക്കില്ലേ, അതുപോലെ കയ്യിൽ 2 കോല് തരും. അതിനകത്ത് ഗ്ലാസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ബോൾ ഉണ്ടാവും. ചായ അടിക്കണ പോലെ മുകളിലേക്ക് ആക്കിയിട്ട് മുകളിലത്തെ ഗ്ലാസ്സിൽ നിന്ന് താഴത്തെ ഗ്ലാസ്സിലേക്ക് ബോൾ വീഴ്ത്തുക. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ സുശീല ചേച്ചി? കാരണം ഇതിലും ടഫ് ഗെയിം ചെയ്യാൻ തയ്യാറായിട്ടാണ് ചേച്ചി സത്യത്തിലൂടെ വന്നത് അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ സുശീല ചേച്ചിയുടെ അടുത്ത റൗണ്ട് മത്സരത്തിലേക്ക് നമ്മൾ പോകുന്നു. ബോൾ ചായ. സുശീല ചേച്ചിയുടെ 2ാം റൗണ്ടാണിത്. 2000ന്റെ റൗണ്ട്, അതായത് 3000ത്തിലേക്കുള്ള എൻട്രി റൗണ്ട്. സുശീല ചേച്ചി വീട്ടിൽ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ട്. പക്ഷെ നമ്മൾ ചായക്കടയിൽ ചായ അടിക്കുന്ന പോലെ എപ്പോഴെങ്കിലും ചായ അടിച്ചോ? ഇതുവരെ ഇല്ല. അതിനുള്ള അവസരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചായ ഇല്ല, പകരം ബോളാണ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ബോൾ എടുത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇപ്പോഴല്ല, പറയുമ്പോൾ നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എന്നിട്ട് ചായ അടിക്കുന്ന പോലെ പൊക്കിയിട്ട് ആ ബോൾ ഈ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തുക. ഓക്കെ, ഇത് 2ാം റൗണ്ടാണ്. ഇതിനകത്ത് 100 സെക്കൻഡാണ് സമയമുള്ളത്. 100 സെക്കൻഡിനുള്ളിൽ 5 ബോളുകൾ നമുക്ക് ഇതിലെത്തിക്കണം. അതിൽ നിന്ന് ഓക്കെ, അതിൽ കുറേ ബോൾ ഉണ്ട്, പകരം അതിൽ നിന്ന് 5 എണ്ണം എത്തിച്ചാൽ മതി. 100 സെക്കൻഡ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. ആ, കൈ 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 നല്ല കേട്ടോ, കൈ നന്നായിട്ട് പൊക്കിക്കോ. അത് വീണിട്ടില്ല, അത് വീണിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ കിടക്കണം കേട്ടോ. ശരിക്കും കൈ പൊക്ക്, ശരിക്കും കൈ പൊക്ക്. 1. അടിപൊളി, നല്ലൊരു കൈയുടെ അടുത്ത്. കൈ ശരിക്കും പൊക്കട്ടെ. ആ, അത് തന്നെ. അത് ചാടിപ്പോയി, അത് ചാടിപ്പോയി. നമുക്ക് ഇതിനകത്ത് 5 എണ്ണം വേണം. ഇതിനകത്ത് 5 എണ്ണം വേണം. ആ, 2 എണ്ണം. ശരിക്കും കൈ പൊക്ക്, ശരിക്കും കൈ പൊക്ക്. ആ, അങ്ങനെ പൊന്തട്ടെ ഇങ്ങനെ. ആ 3. ഇനി കൈ ശരിക്കും പൊക്ക്. കൈ കുറച്ചുകൂടി പൊക്കി, കുറച്ചുകൂടി പൊക്കി. ആ പോരട്ടെ. ആ 4 എണ്ണം. ഇനി ഒന്നുകൂടി. 5. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ വന്നിട്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ പോലെ സുശീല ചേച്ചിയുടെ കാര്യം. സുശീല ചേച്ചി സത്യം പറഞ്ഞ ഇവിടെ ചുമ്മാ വന്നിരുന്നാണ്. ഇപ്പൊ 1000 രൂപ കിട്ടി. ഇനി 2000ത്തിന്റെ റൗണ്ടും കിടന്ന് 3000 ഉറപ്പായും കിട്ടുന്ന റൗണ്ടിലേക്ക് കിടക്കാണ്. അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കണ്ടല്ലോ. അടുത്ത ഗെയിം എന്തായിരിക്കും, അത് എങ്ങനെ ജയിക്കുന്ന ആലോചിച്ചാണോ? അത് പൊളിച്ചു. ഗെയിം എടുക്കാം നമുക്ക്, വൈകിക്കണ്ട, എടുത്തോ. ഇത് ആപ്പിൾ ബലൂൺ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. അപ്പോൾ നമ്മള് ബലൂൺ വീർപ്പിച്ചിട്ട് അതിങ്ങനെ കുത്തി ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് കെട്ടിയിട്ടാണ് ആപ്പിൾ ബലൂൺ ഉണ്ടാക്കണം. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ ആപ്പിൾ ബലൂൺ ഉണ്ടാക്കുന്നത്? അത് അങ്ങനെയല്ല, നമ്മൾ ശ്രമിച്ചു നോക്കണം അല്ലേ? ആപ്പിൾ ബലൂൺ ഉണ്ടാക്കുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മൾ ഉത്സവ പൂരപ്പറമ്പിലൊക്കെ പോയിട്ട് കണ്ടിട്ടില്ല? അയ്യോ, അത് ഒന്നുമില്ല. ഇതിങ്ങനെ സാധാരണ ബലൂൺ നമ്മൾ വീർപ്പിച്ചിട്ട് ഒരു സൈഡ് തീർത്ത് അതിന്റെ സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് കുത്തി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് കെട്ടുമ്പോഴാണ് ആപ്പിൾ ബലൂണിന്റെ ഷേപ്പിൽ വരുന്നത്. അല്ലാണ്ട് ഊതുമ്പോൾ ആപ്പിൾ ബലൂൺ ആവില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്തായാലും. എന്തായാലും 1000 രൂപ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ 3000, അല്ലെങ്കിൽ പോട്ടെ. റെഡി അല്ലേ? അപ്പോ 3ാം റൗണ്ടിൽ ചേച്ചി മത്സരിക്കാൻ പോവുകയാണ്. ഗെയിമിന്റെ പേര് ആപ്പിൾ ബലൂൺ. സുശീല ചേച്ചിയുടെ അടുത്ത റൗണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ആപ്പിൾ ബലൂൺ ഉണ്ടാക്കലാണ് ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ബലൂണുകൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക. ചില ബലൂണുകൾക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ തന്നെ എടുത്ത് ഞെക്കി നോക്കാൻ ആള്. ഓക്കെ, ആപ്പിൾ ബലൂൺ ഉണ്ടാക്കുക. നമ്മൾ 80 സെക്കൻഡാണ് സമയം എന്ന് പറയുന്നത്. 4 ബലൂണുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ആപ്പിള്. ഓക്കെ, ട്രൈ ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അത് വളരെ ബുദ്ധിയുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പയ്യെ കുത്തണം കേട്ടോ, അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. പയ്യെ ചെയ്യണം. അങ്ങനെ തന്നെ. ഓക്കെ, കിട്ടും ചേച്ചി. ട്രൈ ചെയ്. ഒന്ന് കൈയടിച്ചേ നിങ്ങള് എല്ലാവരും, ഒന്ന് പ്രോത്സാഹിപ്പിച്ച്. ട്രൈ ചെയ്.
മഞ്ഞപ്പൊടി. ഓക്കെ, അടുത്തെടുക്ക്. ആ, കുറച്ചും കൂടി വലുത് നോക്കി എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറുത്. മൊത്തത്തിൽ മഞ്ഞയാണ്, മഞ്ഞ. അത് പൊളിച്ചു. അതൊരു നല്ല തീരുമാനിക്കാം, അത് നടക്കാൻ വഴിയുണ്ട്. സുശീല ചേച്ചി കൂടുതൽ വാശിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം, അതിന് ചുമപ്പാണ്. ഓക്കെ, ചേച്ചിയുടെ സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 80 സെക്കൻഡുള്ളൂ, 60 സെക്കൻഡ് കഴിഞ്ഞു. 60. ചെറുതെടുക്കുക, അത് പൊളിച്ചു. അത് തന്നെ, ഒരെണ്ണമെങ്കിലും നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, 70 സെക്കൻഡ് കഴിഞ്ഞു. നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങണം. ചെറുതും പൊട്ടിപ്പോയോ? കൗണ്ട് ഡൗൺ തുടങ്ങണം. ശ്രമിക്കുന്നുണ്ടോ? ഒരെണ്ണം കൂടി ശ്രമിച്ചു നോക്കാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഒരു നല്ല കൈഡി കൊടുത്തേ സുശീല ചേച്ചിക്ക്. ഞെക്കിപ്പൊട്ടിക്കുന്ന ഗെയിമാണെങ്കിൽ പെട്ടെന്ന് ജയിച്ചേനെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു കൈഡി കൊടുത്തേ സുശീല ചേച്ചിക്ക്. സുശീല ചേച്ചി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണാൻ വന്ന് 1000 രൂപ സ്വന്തമാക്കി നിൽക്കുന്നു. നമ്മുടെ മത്സരത്തിൽ ജയിച്ചു. ഒപ്പം നമുക്കൊരു സമ്മാനം കൂടി കൊടുത്താലോ, ഒരു സ്പെഷ്യൽ സമ്മാനം കൊടുത്താലോ? റെഡിയല്ലേ? സുശീല ചേച്ചിക്ക് ഒരു നല്ല കൈയടി കൂടി കൊടുത്തേ. കാരണം മത്സരം കാണാൻ വന്ന് 1000 രൂപയും ഒപ്പം ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനവും ചേച്ചിക്ക് കിട്ടിയിരിക്കുകയാണ്. ചേച്ചി 2 ദിവസവും നമ്മളിവിടെ ഗെയിം നടത്തിയപ്പോൾ 2 ദിവസവും കാര്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. താങ്ക് യു പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. ഓക്കെ, ടാറ്റ. അപ്പോൾ 2 ദിവസമായി നമ്മളിവിടെ കണ്ണൂർ കാപ്പാടായിരുന്നു സി കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ പോയിക്കൊണ്ടേയിരുന്നത്. മൊത്തത്തിൽ ഉഷാറായിരുന്നു. തൽക്കാലം ഇനി വിട പറയാനുള്ള സമയമാണ്. കൂടുതൽ ഇതുപോലെ മത്സരങ്ങളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നാളെ നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ വരും. ഒരു ഡൗട്ടും വേണ്ട. തൽക്കാലം മിഥുൻ പറയുന്നു ഗുഡ് ബൈ.